കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്നും എനിക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ഐഡിയ ടു POC അതൊക്കെയുള്ള ഗ്രാൻറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രൊഡക്റ്റൈസേഷൻ ഗ്രാൻറ്റ്, സ്കെയിലപ്പ് ഗ്രാൻറ്റ്, ഇങ്ങനെ ഒരു പൈസ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് കുറേയൊക്കെ കാര്യങ്ങളിൽ സപ്പോർട്ട്, അതായത് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിലാണേലോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് മാർക്കറ്റിങ്ങിനാണേലും കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സഹായം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതുകൂടാതെ അവർ പല കോൺഫറൻസിനൊക്കെ നമ്മളെ കൊണ്ടുപോകാറുണ്ട്. ചിലയിടത്തൊക്കെ പോകുമ്പോൾ, അതായത് ഒരിക്കൽ ഇവിടെ നമ്മുടെ ദുബായിലൊരു കോൺഫറൻസിന് പോയിട്ടുണ്ട്. അവർ പാർഷ്യൽ സപ്പോർട്ട് തരാറുണ്ട്. പിന്നെ പേറ്റൻറ്റിങ്ങിനുള്ള, നമ്മൾ പേറ്റൻറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫീസ് കൊടുക്കാനുള്ള സപ്പോർട്ട്, അങ്ങനെയൊക്കെയുള്ള സ്കീമുകളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന് ധാരാളം കിട്ടിയിട്ടുണ്ട്. 2-3 സ്ഥലങ്ങളിൽ, ഒന്ന് ഹെൽസിങ്കിയിലൊരു കോൺഫറൻസിന് നമ്മളെ കൊണ്ടുവരുന്നു. അതെല്ലാം ഫുൾ കോസ്റ്റ് അവർ കവർ ചെയ്ത് നമ്മളെ കൊണ്ടുപോകണം. കയ്യിൽ നിന്നൊന്നും കാശില്ലാതെ തന്നെ. സ്ലഷ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന് വേണ്ടി ബൈറാക്കിൻ്റെ സപ്പോർട്ടിൽ, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടിൽ പോയിട്ടുണ്ട്. പിന്നെ പോയിട്ടുള്ളത് DSTയുടെ സപ്പോർട്ടിൽ പോയിട്ടുണ്ട്. ദുബായിൽ എക്സ്പോയിൽ, സ്റ്റാർട്ടപ്പ് എക്സ്പോയിൽ പോയിട്ടുണ്ട്. അങ്ങനെ പലയിടത്തും പോയിട്ട്, പിന്നെ വിവാടെക് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിൽ, പാരീസിലൊരു എക്സ്പോയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോയിട്ട് നമുക്ക് ഒരുപാട് എക്സ്പോഷർ കിട്ടുന്നുണ്ട്, കണക്ഷൻസ് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഗവൺമെൻറ് സപ്പോർട്ട് സ്കീംസ് ധാരാളമുണ്ട്. പിന്നെ അവാർഡ്സിലും കുറേ കാശ് കിട്ടുന്ന, പൈസ കിട്ടുന്ന ടൈപ്പ് അവാർഡും കിട്ടിയിട്ടുണ്ട്. നാഷണൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ അവാർഡിന് ഒക്കെ ഉള്ള കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫാർമ ആൻഡ് മെഡിക്കൽ ഡിവൈസസ് ഗ്രാൻഡ് ചലഞ്ച് എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടായിരുന്നു. മെഡിക്കൽ ഡിവൈസസ് കാറ്റഗറിയിൽ നമ്മളായിരുന്നു വിന്നേഴ്സ്. 15 lakh rupees പ്രൈസ് മണി ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒക്കെ നമുക്ക് വളരെ സപ്പോർട്ടീവാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ.